അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്തൊരു സന്തോഷമുള്ള വാക്യമാണെന്നറിയാമോ? ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വ്യാപരിക്കുന്ന വാക്യമായത്. നമ്മളെ കുറിച്ച് ദൈവം പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ നക്ഷത്രമാണെന്നും നിങ്ങൾ ഭൂമിയിലെ സൂര്യനാണെന്നും നിങ്ങൾ ഭൂമിയിലെ പലതുമാണെന്ന് നമ്മളെ കുറിച്ച് നമ്മുടെ കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ എത്ര പേര് സന്തോഷത്തോടെ ഈ വചനം ഏറ്റെടുക്കും? നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഭൂമിയുടെ ഉപ്പാകണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ രുചി വരുത്തുന്നവരായിരിക്കണം. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും 2025 ചിലർക്കെങ്കിലും രുചി പരത്തുവാൻ, രുചി കൊടുക്കുവാൻ, ടേസ്റ്റ് കൊടുക്കുവാൻ, അവർക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുവാൻ, അവർക്കൊരു സംതൃപ്തി ഉണ്ടാക്കുവാൻ എന്നെ ദൈവം, എന്റെ പാട്ടിനെ ദൈവം ഇടയാക്കി, എന്റെ പ്രസംഗം അതിനിടയാക്കി, എന്റെ പ്രാർത്ഥന അതിനിടയാക്കി, എന്റെ ഉപവാസം അതിന് കാരണമായി തീർന്നു. ഞാൻ ചിലർക്ക് രുചി പരത്തുന്നവനായിരുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. രണ്ടാമത്തെ കാര്യം പറയാം. ഇതിന്റെ അളവിൽ ഒരൽപ്പം കൂടുതലോ കുറവോ സംഭവിച്ചാൽ ഈ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായത് സംഭവിക്കും. ഒന്നുകൂടെ പറയാം. ഒരു ചിക്കൻ ബിരിയാണി നേരത്തെ ആളാണല്ലോ പറഞ്ഞത് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് 1 കിലോ ചിക്കനും 100 ഗ്രാം വെളിച്ചെണ്ണയും 50 ഗ്രാം എല്ലാ അതിന്റെ മസാലകളും എല്ലാം ചേർത്ത്, ഉള്ളിയും എല്ലാം ചേർത്ത് അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിടേണ്ടതിന് പകരം എന്ത് ചെയ്തു? 1/2 കിലോ ഉപ്പ് അതിനകത്തോട്ട് എടുത്തിട്ടെന്ന് ഓർത്തു നോക്കി. വലിയ വിലയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് 1/2 കിലോ ഉപ്പ് ഇതിനകത്തോട്ട് എടുത്തിട്ടാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഇത്രയും വിലപിടിപ്പുള്ളതിനെ, ഇത്രയും കൊള്ളാവുന്നതിനെ, ഇത്രയും ആവശ്യമായതിനെ, ഒരു പ്രാവശ്യമോ ഒരു ദിവസമോ കഴിക്കേണ്ട വസ്തുവിനെ മുഴുവൻ എടുത്ത് കളയത്തക്കവണ്ണം പ്രയോജനരഹിതമായി തീർന്നതിന്റെ കാരണം ഞാനും നിങ്ങളുമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവജനം ദേശത്തിന്, രാജ്യത്തിന്, സഭയ്ക്ക് ടേസ്റ്റ് പരത്തേണ്ടവർ എന്ത് ചെയ്യണം? അതിന്റെ അളവ് കൃത്യമായിട്ട് പോകണം. സ്തോത്രം. ഈ ദിനങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പല സഭകളിലും പല പ്രസ്ഥാനങ്ങളിലും പല ദൈവമക്കളുടെ ഇടയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അളവ് കൂടി പോവുക. സ്തോത്രം. പണം കൂടിയപ്പോൾ, ഭക്തി കൂടിയപ്പോൾ, ആളുകൾ കൂടിയപ്പോൾ, സാഹചര്യങ്ങൾ കൂടിയപ്പോൾ, മാന്യത കൂടിയപ്പോൾ, പൊസിഷൻ വർദ്ധിച്ചപ്പോ എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്പൊ പോലീസ് കാവലിൽ ആരാധന നിൽക്കേണ്ട സമയം വന്നിരിക്കുക. നിന്നെ സമൂഹത്തിന് കൊള്ളാത്തതായി, നിന്നെ ദേശത്തിന് കൊള്ളാത്തതായി, നീ പ്രയോജനമില്ലാത്തതായി തീർന്നത് ഒന്നുകിൽ നിന്റെ അളവ് കൂടി പോയത് കൊണ്ടാണ്. നിന്റെ ആനുപാതികമായിട്ട് വെക്കേണ്ട സ്ഥാനത്ത് നിന്നെ ആനുപാതികമായി വെക്കാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതിന്റെ കാരണം. അങ്ങനെയെങ്കിൽ ദൈവകൃപ, ദൈവിക വിശ്വാസം, പ്രത്യാശ, പ്രാർത്ഥന, ഇത് അതിന്റെ കൃത്യമായ അളവിൽ ചേർത്ത് വേണം നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കാൻ. സ്തോത്രം. അടുത്തത് ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് എല്ലാ സ്ഥലങ്ങളിലും അവിഭാജ്യ ഘടകമായിട്ട് തീർന്നിരിക്കുന്നതാണ്. ഉപ്പിന്റെ പ്രത്യേകത എന്താ? ഉപ്പ് ഇല്ലാത്ത വസ്തുക്കൾ കുറവാണ്. നിങ്ങൾ എന്താണ്? ഭൂമിയുടെ ഉപ്പാകുന്നതാണ്. കേരളത്തിന്റെ ഉപ്പാകുന്നോ, ഇന്ത്യയുടെ ഉപ്പാകുന്നോ, ഓസ്ട്രേലിയയുടെ ഉപ്പാകുന്നല്ല പറഞ്ഞേ, ഭൂമിയുടെ ഉപ്പായിട്ട് ദൈവമക്കളെ നിർത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏത് സ്ഥലത്തെത്തിയാലും, ഏത് സ്ഥലത്തായിരുന്നാലും ദൈവം ആ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ മക്കളെ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആഫ്രിക്കയിലും, ഓസ്ട്രേലിയയിലും, ജപ്പാനിലും, സുവിശേഷം ഒട്ടുമെത്താത്ത സ്ഥലങ്ങളിലും ദൈവം ഈ ഉപ്പിനെ അവിടെ വെച്ചിട്ടുണ്ട്.
എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ ദേശത്തിന്, ഭൂമിയെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, ഭൂമിയെ ഹല്ലേലൂയ എന്ത് ചെയ്യാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, സോദോം ഗോമോറ ആദ്മാ സെബോയി എന്നീ പട്ടണങ്ങളെ ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദൈവം അവിടെ ദൈവത്തിന് വേണ്ടി ഒരു ഭക്തനെ ഇടിവിൽ നിൽക്കാൻ വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ ഓരോ സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്നത് 2025 ദുബായ് തകർന്നു പോകാതിരിക്കാൻ, മസ്കറ്റ് തകർന്നു പോകാതിരിക്കാൻ, ഹല്ലേലൂയ തൃശ്ശൂർ തകർന്നു പോകാതിരിക്കാൻ, ഹല്ലേലൂയ ടോക്കിയോ പട്ടണത്തിൽ ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്, ദൈവം ആ ദേശത്ത് ഉപ്പായിട്ട് വെച്ചിരിക്കുക. ആ ദേശത്തില് അവിഭാജ്യ ഘടകമായിട്ട് ദൈവം നിങ്ങളെ വെച്ചിരിക്കുക. നിങ്ങളുടെ വില എത്രയോ ഉണ്ടെന്ന് നോക്കണ്ട. സമൂഹം തരുന്ന വിലയോ, ദേശം തരുന്ന വിലയോ, കൂട്ടുകാർ തരുന്ന വിലയോ നീ നോക്കണ്ട. നിനക്ക് വലിയ വിലയില്ലെന്ന് തോന്നുന്നെങ്കിലും വിലയില്ലാത്ത നിന്നെ ഹല്ലേലൂയ ദൈവം ഈ ലോകത്തിൽ അവിഭാജ്യ ഘടകമായി വേർതിരിക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാക്കി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? നിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് നീ നോക്കണ്ട. നിനക്ക് സമൂഹം എത്ര വിലയിട്ടിട്ടുണ്ടെന്ന് നോക്കണ്ട. നിനക്ക് എത്ര ഹല്ലേലൂയ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെന്ന് നീ കാണണ്ട. നിന്നെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് നീ ഹല്ലേലൂയ ശ്രദ്ധിക്കണം. നിന്നെ ഒഴിവാക്കിപ്പെട്ട, എല്ലാവരും വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണേലും നിന്നെ ദൈവം അവിടെ നിന്ന് ഉന്നത സ്ഥലത്തിലേക്ക് കൊണ്ടുവരും. പണ്ടൊക്കെ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കല്ലുപ്പ് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. കല്ലുപ്പ് ഇപ്പോഴും കിട്ടും, പാക്കറ്റിലൊക്കെ കിട്ടും. പക്ഷെ പണ്ട് ഒരു വലിയൊരു ഈ ചാക്കിനകത്ത്, പ്ലാസ്റ്റിക് ചാക്കുമല്ല, അല്ലാത്ത ചാക്കിനകത്ത് കല്ലുപ്പ് അല്ലെങ്കിൽ വലിയൊരു ഭരണി പോലത്തേനകത്ത് ഉപ്പ് വെക്കും. കടയിൽ ചെന്നാൽ ഉപ്പ് ചോദിച്ചാൽ ഉപ്പ് എവിടുന്ന എടുത്തോണ്ട് തരുന്നറിയാമോ? ഈ കടയുടെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല, ചില വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത്. ഞാൻ മേടിക്കാൻ പോയിട്ടുള്ളപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉപ്പ് മാത്രം കടയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതാരും എടുത്തോണ്ടൊന്നും പോകത്തില്ല. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഒരു പാത്രത്തിനകത്ത് ഇങ്ങോട്ട് അങ്ങനെ എടുത്ത് തരികയായിരുന്നു. നമ്മൾ ഓർക്കണം, നമുക്ക് വലിയ വിലയൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. നമ്മളെ കടയ്ക്കകത്ത് വലിയ പ്രധാനപ്പെട്ട സ്ഥലത്തൊന്നും അല്ല വെച്ചിരിക്കുന്നതെന്ന് തോന്നാം. 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോ അത് പുറത്താ ഇരിക്കുന്നത്. ഹല്ലേലൂയ, അത് വീട്ടിനകത്ത് വലിയൊരു സ്ഥാനത്തല്ല ഇരിക്കുന്നത്. പക്ഷെ അവിടുന്ന് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് 2025 നിന്നെ മാന്യതയുള്ളവളാക്കി ദൈവം നിലനിർത്തിയ കൃപയോർക്കുമ്പോൾ സമൂഹത്തിനും ദേശത്തിനും വ്യക്തികൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവാക്കി ദൈവം നിന്നെ മാറ്റിയത് ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. ചിക്കൻ ബിരിയാണിക്കകത്ത് വിടണം. അത് വെക്കാൻ പൈസ ഇല്ലാത്ത പാവപ്പെട്ടവരാണെങ്കിൽ കഞ്ഞി വെക്കാൻ നിവൃത്തിയുള്ളെങ്കിൽ ആ കഞ്ഞിക്കകത്തും ഇത് ഒരു തുള്ളി ആവശ്യമാണ്. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചിക്കൻ എല്ലാവർക്കും മേടിക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ല. എണ്ണ ചിലപ്പോൾ എല്ലാവർക്കും ഈ 550 കൊടുത്ത് മേടിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നീ ഏത് കുറഞ്ഞ ഒരു വസ്തുവായിട്ട് കാണുന്നോ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പദാർത്ഥമാക്കി ദൈവം മാറ്റും. നിന്നെ ആർക്കും വിലയില്ലെന്നല്ലേ നിനക്ക് തോന്നി? നിന്റെ പാട്ട് കേട്ടിട്ട് ആർക്കും വിലയില്ലെന്നല്ലേ തോന്നേ? നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ആരും മാന്യത കൽപ്പിക്കുന്നില്ലെന്നല്ലേ തോന്നുന്നേ? നിന്റെ പ്രസംഗം കേട്ടിട്ട് ആരും ഒന്നും പറയുന്നില്ലെന്നല്ലേ തോന്നുന്നേ? നിന്നെ ആർക്കും ഹല്ലേലൂയ അത്രയ്ക്ക് ഒരു ഹല്ലേലൂയ മതിപ്പില്ലെന്നല്ലേ തോന്നുന്നേ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ദൈവം ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവാക്കി, വ്യക്തിയാക്കി സമൂഹത്തിൽ, ദേശത്ത് ദൈവം നിർത്തും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലർ വിചാരിക്കുന്നു ഒരു 15 വർഷം കഴിയുമ്പോൾ എന്റെ മക്കൾക്ക് എന്നെ വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരു 25 വർഷം കഴിയുമ്പോൾ എന്നെ ആർക്കും വേണ്ട, ഞാനൊരു വേസ്റ്റ് ആണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ ഇന്ന് പകലിൽ ചിന്തിക്കുന്ന പ്രിയ മാതാവേ, ചിന്തിക്കുന്ന പ്രിയ പിതാവേ, ചിന്തിക്കുന്ന പ്രിയ സഹോദര, നിന്നോടൊരു ദൈവത്തിനൊരു ആലോചനയുണ്ട്. ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് വിലയില്ലെന്ന് തോന്നുന്നിടത്ത് വിലയുള്ളതാക്കി, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാക്കി ദൈവം നിന്നെ തീർത്തിരിക്കുന്നു. ഈ വചനം വിശ്വസിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യും.
ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയ മാതാവേ, നിന്നോടൊരു ദൈവത്തിനൊരു ആലോചനയുണ്ട്. നിനക്ക് ആരും ഇല്ലെന്ന് നിനക്ക് തോന്നാം, ആരും നിന്നെ ആശ്വസിപ്പിക്കാനില്ലെന്ന് തോന്നാം, ആരും എന്നെ ഹല്ലേലൂയ വിളിക്കാനോ പറയാനോ എനിക്കൊരു സ്വന്തം രക്തബന്ധങ്ങളില്ലെന്ന് നിനക്ക് തോന്നാം. എന്നാൽ നിന്നോടൊരു ദൈവത്തിനൊരു ആലോചനയുണ്ട്. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. അനേക കാര്യങ്ങളുണ്ട്, ഞാൻ വേഗത്തിൽ നിർത്തിയ. ഇത് ഹല്ലേലൂയ ബൈബിൾ തന്നെ പറയുന്നു, ഇത് കാരമുള്ള വസ്തുവാ. കാരമുള്ള വസ്തു. ഇതിന്റെ കാരം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് ഇതിന്റെ കടമയാണ്. ഉപ്പിന്റെ കാരം പോയാൽ അവിടെ എന്താ പറയുന്നത്? വചനത്തിൽ തന്നെ അതിന്റെ വായിച്ച വാക്യത്തിൽ പറയുകയാണ്, ഇത് നിലത്ത് കളഞ്ഞ് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല, കൊള്ളത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വാല്യൂ നിലനിർത്തുന്നത്, നമ്മളെ ആവശ്യമാകുന്നത്, നമ്മളിലുള്ള ആ ഉപ്പ് രസം ഉണ്ടല്ലോ, ഒന്നുകൂടെ പറഞ്ഞാൽ ആ 40%ഉം 60%ഉം ഉള്ള സോഡിയവും ക്ലോറൈഡും ഒരുപോലെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ നോക്കിയപ്പോ, നമ്മുടെ ശരീരത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഭയങ്കര കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇത് ശരീരത്തിലെ മിനറൽസിനെ, അതുപോലെ റെഗുലേറ്റർ ആയിട്ട് നമ്മുടെ ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഉപ്പാ. സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ നെർവിലെ സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യാൻ ഉപ്പിന്റെ അംശം ആവശ്യമാണ്. സ്തോത്രം. മസിൽസിന്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ബോഡിയെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നതിൽ സോൾട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തു പറയുമ്പോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാന്ന് പറയുമ്പോ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരു മസിൽസിന്റെ പ്രവർത്തനത്തെ, ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്ന വസ്തുവാ. നമ്മുടെ തലച്ചോറിന്റെ, നമ്മുടെ ശരീരത്തിന്റെ നെർവ് സിസ്റ്റത്തെ, സിഗ്നൽസിനെ എല്ലാം കറക്റ്റ് ആക്കി പോകുന്നത് ഈ സോൾട്ടാ. വാല്യൂ മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത്, നിനക്കൊരു വാല്യൂ ഇല്ലെന്നല്ലേ നീ ചിന്തിക്കുന്നേ? എന്തിനെന്നെ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2025 ഞാനൊരു പ്രയോജനരഹിതനാണെന്ന് തോന്നുന്ന നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. വ്യക്തമായിട്ട് ഇന്ന് പകലിൽ പറയാം, ജീവിതം മടുത്ത ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുമെങ്കിൽ നിങ്ങളോട് ദൈവത്തിന് ഒരു ദൂത് പറയാം. 2026 നിങ്ങൾ കാരമുള്ളവരായിട്ട്. സ്തോത്രം. മസിൽസിന്റെ ഫംഗ്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യും. സഭയാകുന്ന ഈ ഹല്ലേലൂയ സഭയെ ശരീരത്തോടെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ മസിൽസിനെ കൺട്രോൾ ചെയ്യുവാൻ, ഹല്ലേലൂയ നെർവിനെ, ഇതിനെ ദുരുപദേശമായിട്ടൊന്നും ആരും കാണണ്ട, നെർവിന്റെ ഹല്ലേലൂയ സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുവാൻ ഇന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ പലതും വർദ്ധിച്ചതുകൊണ്ട് ദൈവസഭ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ദൈവജനത്തെ, സമൂഹം ഒന്നിനും കൊള്ളാത്തവരായി മറ്റുള്ളവരോട് സാമ്യമായിട്ട് ഉപമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് പകരം നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ദൈവസന്നിധിയിൽ ഈ ഭൂമിയുടെ ഉപ്പായിട്ട് നിലനിൽക്കും. ഒന്നുകൂടെ പറയാം, കുറെ കാര്യങ്ങളുണ്ട്. 5-8 പോയിന്റുകൾ ഞാൻ ഹല്ലേലൂയ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എഴുതി വെച്ചു. ഇത് അടുത്തത്, വസ്തുക്കളെ കേടുവരാതെ സൂക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ്. നമുക്കറിയാം, പലതും നമ്മൾ ഹല്ലേലൂയ ഉണ്ടാകുന്ന വസ്തുക്കളെ ഹല്ലേലൂയ ഉപ്പിലിട്ട് സൂക്ഷിക്കാന്ന് പറയും. ഉപ്പിലിട്ട് സൂക്ഷിക്കുക. സ്തോത്രം. നെല്ലിക്ക, മാങ്ങ, കണ്ണിമാങ്ങ, ഇതൊക്കെ പറയുമ്പോ തന്നെ, കണ്ണിമാങ്ങയൊക്കെ ഉപ്പിലിട്ടത് ഹല്ലേലൂയ എടുത്ത് കഴിക്കാൻ ഇപ്പൊ പറയുമ്പോ തന്നെ ചിലരുടെയൊക്കെ വായിക്കടയൊക്കെ വെള്ളം വരുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള സാധനമായത് ഹല്ലേലൂയ ഉപ്പിലിട്ട കണ്ണിമാങ്ങ, പിന്നെ ഈ നെല്ലിക്ക, ഇങ്ങനെ എന്തൊക്കെ ഇടാമോ അതെല്ലാം നമ്മളിങ്ങനെ, അമ്പഴങ്ങ, ഇങ്ങനെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒലിവ്, ഇതൊക്കെ ഉപ്പിലിട്ടത് കിട്ടും. സ്തോത്രം. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ സൂക്ഷിക്കും. ഇത് സൂക്ഷിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും എടുത്തു വയ്ക്കുന്ന വസ്തുവാണ്. ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ
ഈന്തപ്പഴമൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഇങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ട്. എന്നാ ടേസ്റ്റാ, ഹല്ലേലൂയ, കഴിച്ചു നോക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറയാം, ചില വസ്തുക്കളെയൊക്കെ മാസങ്ങൾ സൂക്ഷിക്കാൻ, വർഷങ്ങൾ സൂക്ഷിക്കാൻ, ഹല്ലേലൂയ, ദിവസങ്ങളോളം അത് കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവാ ഉപ്പ്. അങ്ങനെയെങ്കിൽ ചിലതൊക്കെ ഈ ഭൂമിയിൽ കേടാകാതെ സൂക്ഷിക്കപ്പെടുന്നത്, ചിലതൊക്കെ ഈ ഭൂമിയിൽ നശിക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടുന്നത് നിന്റെയും എന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ്. ഇന്ന് പകലിൽ നമ്മൾ കേടാകാതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കേടാകാതെ, നമ്മുടെ തലമുറകൾ കേടാകാതിരിക്കാൻ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഉപ്പായിട്ട് ദൈവം നിലനിർത്തിയിരിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വളക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.